ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി നമുക്കൊരു രസമലായി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കവർ പാലെടുക്കുന്നുണ്ട്. പാൽ നമുക്ക് പിരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ നാരങ്ങ നീര് കുറച്ചായിട്ട് വീത്തി കൊടുക്കുക. വീത്തുമ്പോൾ ശ്രദ്ധിക്കുക, മുഴുവനായിട്ട് ഒഴിക്കാണ്ട് കുറച്ചായിട്ട് ഒഴിക്കണം. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് വീത്തിയതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ചുകൂടി ഒന്ന് വീത്തുന്നുണ്ട്. അപ്പോൾ തന്നെ പാൽ മൊത്തം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ നീര് വീത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മസ്ലിൻ കോട്ടിലോ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു വെള്ള തുണിയിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു തുണിയിൽ നന്നായിട്ടൊന്ന് അരിച്ച് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആ കിട്ടുന്ന ബാക്കി മിച്ചം വരുന്ന വെള്ളം അത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആ വെള്ളം നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇല്ല ആണെങ്കിൽ ചപ്പാത്തി പരത്തുമ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാൻ കുഴയ്ക്കാനായിട്ട്. ഇനി ഇതൊന്നും വേണ്ട, താല്പര്യമില്ല എങ്കിൽ ചെടിക്ക് വീത്തി കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അരമണിക്കൂർ മാറ്റിയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല രീതിയിൽ സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് രസമലായിൽ ഇടേണ്ട ആ ഒരു പരുവത്തിന് ചപ്പിച്ച് ഒരു ചെറിയ ബോൾസാക്കി ചപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കട്ടി കുറച്ച് എടുക്കാനായിട്ടും ചെറുതായിട്ട് എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് പഞ്ചസാര വെള്ളത്തിൽ ഇടണം. അതിന് വേണ്ടി ഞാൻ 2 ഗ്ലാസ് പഞ്ചസാര വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയും 2 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി ചപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ബോൾസ് വന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ ഒത്തിരി നേരം ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അതായത് ഈ ഒരു പഞ്ചസാര വെള്ളം ഇതിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർബ് ആകണം. എങ്കിലേ അത് നല്ല സോഫ്റ്റ് ആവുകയും അത്രയും സ്വീറ്റ്നെസ് അതിൽ ഉണ്ടാകുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് പാലിൻ്റെ ഒരു മിശ്രിതം തയ്യാറാക്കുക. അപ്പോൾ പാൽ ഞാൻ വീണ്ടും ഒരു കവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഏലക്ക ചതച്ചതും അതിലേക്ക് കുങ്കുമപ്പൂവും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുങ്കുമപ്പൂ എന്നുള്ള ആ ഒരു കളറും ഏലക്കയുടെ ഫ്ലേവറും ആ മധുരവും പഞ്ചസാര മധുരം എല്ലാം ആയിട്ട് നല്ലൊരു കൂട്ടായിട്ട് ആ ഒരു പാൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബദാമോ ഇല്ലെങ്കിൽ പിസ്തയോ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു രസമലായിക്ക് വേണ്ടിയിട്ട് പഞ്ചസാര വെള്ളത്തിലിട്ടിട്ടുള്ള ആ ഒരു ബോൾസ് നമുക്ക് എടുത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്തതിന് ശേഷമാണ് പാലിലേക്ക് ഇടേണ്ടത്. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നും ചെയ്ത് ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അതിൽ ഓരോന്നിലും കുങ്കുമപ്പൂവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്വീറ്റാണ്. വളരെ ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.